തൃശൂരിൽ ആരോഗ്യ വിഭാഗം നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. ഹോട്ടലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു. ഫാർമസിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ഇനി പെൺകുട്ടികൾക്കും പഠിക്കാം. 5ാം ക്ലാസ്സിലേക്കാണ് ഈ വർഷം പെൺകുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ പഴകിയ ഭക്ഷണം പിടികൂടി. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. ഹോട്ടലുകൾക്കെതിരെ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള ഭക്ഷ്യസുരക്ഷാ റെയ്ഡിലാണ് തൃശൂർ നഗരത്തിലെ 6 പ്രമുഖ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം കണ്ടെത്തിയത്. സീഫോർട്ട്, ഒറോട്ടി, ചുരുട്ടി, സെന്റ് തോമസ് കോളേജ് റോഡിലെ കുക്ക് ഡോർ, KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ അലിയ, അരമന എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചത്. ഇതിൽ കുക്ക് ഡോർ, അലിയ, അരമന, സീഫോർട്ട് എന്നീ ഹോട്ടലുകളിൽ നിന്ന് നേരത്തെയും പഴകിയ ഭക്ഷണം പിടികൂടിയിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി പഴകിയ ഭക്ഷണം പിടിച്ചാൽ ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് നഗരസഭാ അധികൃതർ വിശദമാക്കിയത്. പിന്നീട് പ്രവർത്തിക്കാൻ കഴിയില്ല. പഴകിയ ഭക്ഷണം പിടിച്ചാൽ 10,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് സാധാരണഗതിയിൽ ഹോട്ടലിൽ നിന്ന് ഈടാക്കുന്ന പിഴ. വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുതെന്നാണ് ചട്ടമെന്നിരിക്കെ നിലവിൽ പിടിച്ചതിലധികവും അൽഫാം ചിക്കനും പൊറോട്ടയും പൊറോട്ട മാവുമാണ്. ഇനിയും കർശന പരിശോധന തുടരുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. രാത്രികാലങ്ങളിൽ ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഇനി മരുന്ന് തേടി പുറത്തേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകില്ല. ആശുപത്രിയിൽ 24 മണിക്കൂറും തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു. ഫാർമസിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. രാത്രി സമയത്ത് ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വരുന്ന രോഗികളുടെയും കൂടെ വരുന്നവരുടെയും ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഈ സൗകര്യം ഉണ്ടാകുക എന്നുള്ളത്. രാത്രി സമയത്ത് വരുന്നവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് പുറത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്ന് പണം കൊടുത്ത് വാങ്ങണമായിരുന്നു. മാത്രമല്ല, അസമയങ്ങളിൽ പുറത്ത് മെഡിക്കൽ ഷോപ്പുകൾ ഒന്നും പ്രവർത്തിക്കാത്തതിനാൽ പലപ്പോഴും രോഗികളായി എത്തുന്നവരും ബന്ധുക്കളും മരുന്നിനായി നെട്ടോട്ടം ഓടുന്ന വളരെ പ്രയാസകരമായ സാഹചര്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തന്നെ ശമ്പളം കൊടുത്ത് ഫാർമസിസ്റ്റിനെ നിയമിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി തുടങ്ങാൻ തീരുമാനിച്ചത്. നിലവിൽ രാവിലെ മുതൽ ആരംഭിക്കുന്ന OP സമയത്ത് മാത്രമാണ് ഫാർമസി പ്രവർത്തിച്ചിരുന്നത്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ലഭിക്കുന്ന മരുന്നിന് പുറമെ നഗരസഭയുടെ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്നതും നഗരസഭ താലൂക്ക് ആശുപത്രി വഴി നടത്തുന്ന പാലിയേറ്റീവ് പദ്ധതി പ്രകാരം വാങ്ങുന്നതുമായ മരുന്നും ഉള്ളതിനാൽ ഫാർമസിയിൽ മരുന്ന് ക്ഷാമം ഉണ്ടാകാനും സാധ്യതയില്ല. താലൂക്ക് ആശുപത്രികളിൽ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് 24 മണിക്കൂറും ഫാർമസി സൗകര്യമുള്ളൂ. പഴയ കാഷ്വാലിറ്റി ബ്ലോക്കിലാണ് പുതിയ ഫാർമസി സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഫാർമസിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ, ഫാർമസി ഇൻചാർജ് PK സുബ്രഹ്മണ്യൻ, പാലിയേറ്റീവ് നഴ്സ് സിനി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ഇനി പെൺകുട്ടികൾക്കും പഠിക്കാം. കേരള സർക്കാരിന്റെ സംയോജിത വിദ്യാഭ്യാസ നയപ്രകാരമാണ് ഈ അധ്യയന വർഷം മുതൽ വിദ്യാലയം മിക്സഡ് ആക്കിക്കൊണ്ട് ഉത്തരവ് ലഭിച്ചത്. 5ാം ക്ലാസ്സിലേക്കാണ് ഈ വർഷം പെൺകുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. 906-ൽ മിക്സഡ് സ്കൂളായിട്ടായിരുന്നു സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് 1967-ൽ ബോയ്സ് ഹൈസ്കൂൾ ആക്കി മാറ്റുകയായിരുന്നു. പിന്നീട് പതിറ്റാണ്ടുകളായി ആൺകുട്ടികൾക്ക് മാത്രമുള്ള വിദ്യാലയമാക്കി മാറ്റി. PTA-ക്കാരുടെ ഏറെ നാളത്തെ ശ്രമഫലമായിട്ടാണ് വിദ്യാലയം മിക്സഡ് വിദ്യാലയമാക്കി മാറ്റാനുള്ള ഉത്തരവ് ലഭിച്ചത്. 5ാം ക്ലാസ്സിലേക്കാണ് ഈ വർഷം പെൺകുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന KH ഹരിത വിദ്യാലയത്തിൽ 1967 ശേഷം പ്രവേശനം നേടുന്ന ആദ്യ വിദ്യാർത്ഥിനിയായി മാറി. സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ രക്ഷിതാക്കൾക്കൊപ്പം എത്തിയ ഹരിതയെ പ്രധാനാധ്യാപിക ജിഷ മാത്യു, PTA പ്രസിഡന്റ് മനോജ് വലിയപുരയ്ക്കൽ, MPTA പ്രസിഡന്റ് സിബി സുരേഷ് എന്നിവർ ചേർന്ന് പൂച്ചെണ്ടും മധുരവും പാഠപുസ്തകങ്ങളും യൂണിഫോമും നൽകി സ്വീകരിച്ചു. മീഡിയ ടൈം, കൊടകര.
തൃശൂർ പൂരം കാണാനെത്തുന്നവർക്ക് പലതിനോടുമാണ് ഇഷ്ടം. ചിലർക്ക് മേളം, ചിലർക്ക് കുടമാറ്റം, ചിലർക്ക് കരിവീരന്മാർ. എന്നാൽ ഇവയിൽ ഒന്നിലും പെടാത്ത ഒരു കൂട്ടരുമുണ്ട്, വെടിക്കെട്ട് കമ്പക്കാർ. അക്കൂട്ടർക്ക് സന്തോഷിക്കാൻ ഏറെ വക നൽകുന്നതാണ് വെടിക്കെട്ട് നിർമ്മാണശാലയിലെ കാഴ്ചകൾ. ഇത്തവണയും തേക്കിൻകാട് മൈതാനിയുടെ മാനത്ത് ശബ്ദവർണ്ണ വിസ്മയം തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. സാമ്പിൾ പൂരം വെടിക്കെട്ടുകൾക്കായുള്ള വെടിക്കോപ്പുകളുടെ അവസാനവട്ട മിനുക്കുപണികളിലാണ് ഇരു ദേവസ്വങ്ങളുടെയും വെടിക്കെട്ട് പണിക്കാർ. പുതുമയാർന്ന വെടിക്കോപ്പുകളാണ് സാമ്പിൾ വെടിക്കെട്ടിന് പൂരം വെടിക്കെട്ടിനുമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി മുണ്ടത്തിക്കോട് സതീശനും പാറമേക്കാവിനു വേണ്ടി ബിനോയ്ക്കുമാണ് നിർമ്മാണ ചുമതല. വ്യത്യസ്തങ്ങളായ അമിട്ടുകൾ പൂരത്തിന്റെ ഭാഗമായി ഇരുവിഭാഗവും തയ്യാറാക്കിയിട്ടുണ്ട്. ഡ്രാഗൺ ഫൈറ്റ്, സർജിക്കൽ സ്ട്രൈക്ക് എന്നീ പേരുകളിൽ വ്യത്യസ്ത അമിട്ടുകൾ ഇത്തവണ തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ പാറമേക്കാവിന്റെ ഭാഗത്തുമുണ്ട് വെടിക്കെട്ടിനായി ഒളിപ്പിച്ചുവെച്ച ഒട്ടേറെ സസ്പെൻസുകൾ. നിരവധി വെടിക്കെട്ട് കലാകാരന്മാരുടെ 4 മാസത്തെ കഠിനാധ്വാനമാണ് ഓരോ പൂരപ്രേമിയുടെയും കണ്ണും കാതും മനസ്സും നിറക്കുന്ന വെടിക്കെട്ടായി മാറുന്നത്. 1.16 കോടി ചിലവിൽ നവീകരിക്കുന്ന ആളൂർ പഞ്ചായത്തിലെ 5 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലുമായി വിവിധ കാരണങ്ങളാൽ തകർന്ന 30 റോഡുകൾക്കായി 8.39 കോടി രൂപയാണ് പുനരുദ്ധാരണത്തിനായി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അനുവദിച്ചിരിക്കുന്നത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് സെന്റ് ആന്റണീസ് റോഡ് 28 ലക്ഷം, റെയിൽവേ ഗേറ്റ് പെരടിപ്പാടം റോഡ് 15 ലക്ഷം, വടക്കേക്കുന്ന് റോഡ് 20 ലക്ഷം, കണ്ണിക്കര അത്ഭുതക്കുളങ്ങര അമ്പലം റോഡ് 31 ലക്ഷം, കണ്ണിക്കര കപ്പേള എരണപ്പാടം റോഡ് 22 ലക്ഷം എന്നീ തദ്ദേശ റോഡുകളുടെ പുനരുദ്ധാരണത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചത്. കണ്ണിക്കര കപ്പേള പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, മാള ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു ഷാജു, ജനപ്രതിനിധികളായ ജുമൈല സഗീർ, ഷൈനി വർഗീസ്, MC സന്ദീപ്, MB ലത്തീഫ്, CJ നിക്സൺ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ആളൂർ. മറ്റു വാർത്തകൾ നോക്കാം. ജമ്മു കാശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കായി അന്നമനട മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുശോചന യോഗം ചേർന്നു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചെമ്പലക്കാട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി V ഡേവിസ് അധ്യക്ഷത വഹിച്ചു. KT ഡേവിസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിനു അയ്യാരിൽ, വനിതാ വിംഗ് പ്രസിഡന്റ് ജിൻസി ഡേവിസ്, PR മധുസൂദനൻ, PO തോമസ്, നിസാർ വാളൂർ, ബിജു K ആന്റണി, ബൈജു P ബേബി എന്നിവർ നേതൃത്വം നൽകി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന് തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KR ജോജോ അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഗ്രാമിക അക്കാദമി വാർഷികത്തിന്റെയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് CG പ്രദീപ് നൃത്തോത്സവത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാധരൻ മാസ്റ്റർ, KR ജോജോ, VK ശ്രീധരൻ, അരവിന്ദൻ പിണിക്കൽ, സുരേഷ് മുട്ടത്തി, ഇമ്മാനുവൽ മെറ്റിൽസ്, PT സ്വരാജ് എന്നിവരെ ആദരിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുമൈല സഗീർ, ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി പോളി, KV രാജു, UK പ്രഭാകരൻ, ഷൈനി തിലകൻ, സവിത ബിജു, TV ശിവനാരായൺ, അലറ്റ് റോൺസൺ, ജനറൽ കൺവീനർ PK കിട്ടൻ, MC സന്ദീപ് എന്നിവർ പ്രസംഗിച്ചു. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിന് കേന്ദ്ര സർക്കാരിന്റെ സൈനിക സ്കൂൾ അഫിലിയേഷൻ ലഭിച്ചതായി BJP മാള മണ്ഡലം കമ്മിറ്റി പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു. 2023 അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറേറ്റ് അതുപോലെ കഴക്കൂട്ടത്തു നിന്നുള്ള സൈനിക സ്കൂളിന്റെ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ആദ്യത്തെ ഇൻസ്പെക്ഷൻ നടന്നു.
ആ ഇൻസ്പെക്ഷൻ പൂർത്തീകരിച്ച് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചില പോരായ്മകൾ സ്കൂളിൻ്റെ ഈ സൈന്യ സ്കൂൾ ക്രൈറ്റീരിയയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പോരായ്മകൾ കൊണ്ട് നിർത്താനായിട്ടുണ്ട്. പ്രത്യേക സ്ഥലത്തിൻ്റെ പരിമിതി വിഷയമായിട്ടുണ്ടായിരുന്നു. അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ സുരേഷ് ഗോപി വഴിക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോയി. 2024 രണ്ടാം ഘട്ട ഇൻസ്പെക്ഷൻ നടന്നു. അപ്പോഴേക്കും നമ്മുടെ ലോക്സഭ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രോസസ്സിങ് കുറച്ച് ഡിലേ വന്നു. എന്നാൽ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം ബിജെപിയുടെ സൗത്ത് ജില്ല, നമ്മുടെ ജില്ലാ സംവിധാനം 3 തിരിഞ്ഞ സമയത്ത് ബിജെപിയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ AR ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ മണ്ഡലം അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനും രാജു ഡേവിസ്, ചെയർമാനായിട്ടുള്ള രാജു ഡേവിസും മിനിസ്റ്ററെ നേരിട്ട് കണ്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് വേഗത്തിലാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടലോട് ഈ പ്രോസസ്സിംഗ് വളരെ വേഗത്തിലാവുകയും കഴിഞ്ഞ ഈ 29-ാം തീയതി, ഏപ്രിൽ മാസം 29-ാം തീയതി സൈനിക സ്കൂൾ അഫിലിയേഷൻ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ ലഭിക്കുകയാണ്. 2022 ജനുവരിയിൽ മാള രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ അപേക്ഷ നൽകിയിരുന്നു. പുതിയ മന്ത്രിസഭ നിലവിൽ വന്ന് BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ സാന്നിധ്യത്തിൽ BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപും സ്കൂൾ ചെയർമാൻ രാജു ഡേവിസും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിൽ കണ്ട് നടപടികൾ വേഗത്തിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും സുരേഷ് ഗോപി ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. സൈനിക സ്കൂളിനു വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും അക്കാദമിക് മികവും ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിനുള്ളതിനാൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഏപ്രിൽ 29-ന് സ്കൂളിന് സൈനിക സ്കൂൾ പദവി ലഭ്യമാകുകയായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. BJP മാള മണ്ഡലം കമ്മിറ്റി ഭാരവാഹി KS അനൂപ്, KP ജോർജ്, ലോചനൻ അമ്പാട്ട്, CS അനുമോദ്, അജിത് മേൽ വീട്ടിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 13-ന് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അറിയിച്ചു. ഒരേ സമയം ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് പള്ളിമുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരുടെ വൻ പ്രവാഹമുണ്ടാകുമെന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. മെയ് 6 ചൊവ്വാഴ്ച കൊടികയറ്റം, ദിവ്യബലി, നൊവേന, ആരാധന എന്നീ ചടങ്ങുകൾക്ക് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 13-ന് നടക്കുന്ന ഊട്ടുതിരുനാൾ ദിവസം 10-15-ന് ഊട്ടുസദ്യ വെഞ്ചിരിപ്പ് നടക്കും. ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ, ബീനൻ താണിപ്പിള്ളി, അലക്സ് പള്ളിയിൽ, ആൽബി പടമാട്ടുമ്മൽ, ഫ്രാൻസിസ് കറുപ്പശ്ശേരി, ആന്റണി കല്ലറയ്ക്കൽ, സിസ്റ്റർ ജൂബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുഴിക്കാട്ടുശ്ശേരി വരദനാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. സത്യം ബാലൻ തന്ത്രികൾ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിവിധ ടീമുകളുടെ കൈക്കുട്ടിക്കളി, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. മെയ് 6-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. പുല്ലൂറ്റ് ഗ്രാമീണ കലാവേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ് സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. സുധീഷ് അമ്മവീട് മോചനം എന്ന ഒറ്റയാൾ നാടകം അവതരിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് MB സജിത അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ TK ഗംഗാധരൻ, ചിത്രകാരൻ KK ടോണി, സുധീഷ് അമ്മവീട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമൂഹത്തിലേക്കുള്ള ലഹരിയുടെ നുഴഞ്ഞുകയറ്റം തടയാൻ 3.5 കോടി മലയാളികളും സൈനികരെ പോലെ ഒന്നിച്ചു നിൽക്കണമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ. പീച്ചി, പാണാഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതിയായ ഗാർഡിയൻ പ്രൊജക്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതി വഴി മണ്ഡലത്തിൽ 300ഓളം ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിനെക്കുറിച്ചും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ ASP ഹാർദിക് മീണ അധ്യക്ഷത വഹിച്ചു. മേലൂർ പഞ്ചായത്ത് സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന 4ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നാളെ ആരംഭിക്കും. വൈകിട്ട് 7-ന് മേലൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ സനീഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. മെയ് 3 മുതൽ മെയ് 10 വരെയാണ് മത്സരങ്ങൾ.
കേരളത്തിലെ മികച്ച 8 സെവൻസ് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. മേലൂരിലെ പ്രാദേശിക ടീമുകളെ വളർത്തുന്നതിനു വേണ്ടിയുള്ള മേലൂർ സൂപ്പർ ലീഗും ടൂർണമെന്റിൽ ഭാഗമായി നടക്കും. ഉദ്ഘാടന ദിനത്തിൽ വനിതാ ഫുട്ബോൾ ടീമുകളുടെ പ്രദർശന മത്സരവും അരങ്ങേറും. ചാലക്കുടി ദേശത്തെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികൾ മത്സരം കാണാനെത്തുന്ന മേലൂരിലെ ടൂർണമെന്റിൽ ഗാലറി ഇരിപ്പിട സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ പൂരം പ്രമാണിച്ച് മെയ് 6-ാം തീയതി മത്സരങ്ങൾ ഇല്ല. മെയ് 10-നാണ് കലാശ പോരാട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ ആരോഗ്യ വിഭാഗം നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. ഹോട്ടലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു. ഫാർമസിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ഇനി പെൺകുട്ടികൾക്കും പഠിക്കാം. 5-ാം ക്ലാസ്സിലേക്കാണ് ഈ വർഷം പെൺകുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.